ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ വലിയൊരു നീണ്ട ഗ്യാപ്പിന് ശേഷം നമ്മൾ വീണ്ടും കണ്ടിരിക്കുകയാണ്. അതിന് കുറച്ച് കാരണങ്ങളുണ്ട്. ഒന്ന്, എനിക്ക് എൻ്റെ വീട്ടിലെല്ലാവർക്കും നല്ല പനി പിടിച്ചിട്ട് ആകെ എല്ലാവരും റെസ്റ്റിലായിരുന്നു. കാരണം എനിക്ക് പോലും ഒട്ടും വയ്യായിരുന്നു. ഇപ്പോഴും മാറിയിട്ടില്ല, ഇപ്പോഴും ചുമയുണ്ട്, ബോഡി പെയിൻ ഉണ്ട്, അങ്ങനെ പല പ്രശ്നങ്ങളും ഇപ്പോഴും ഉണ്ട്. എന്തായാലും അതൊക്കെ ഒന്ന് മാറി. സോറി. ആദ്യം എൻ്റെ മോക്കായിരുന്നു ആദ്യം പനി വന്നത്. അപ്പോൾ അവളുടെ പനി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒരാഴ്ചയോളം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫുൾ ടൈം ഇങ്ങനെ ഒരാൾ വേണമല്ലോ. അപ്പോൾ നമുക്കങ്ങനെ മാറി നിന്നിട്ട് അപ്പോൾ എപ്പോഴും ഇങ്ങനെ വിളിക്കും, ആകെ ടയർഡായിട്ട് എപ്പോഴും കിടപ്പ്, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അത് കാരണം ആ ഒരു വീക്ക് അങ്ങനെ പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കും പനിയായി, എൻ്റെ ഹസ്ബൻഡിനും പനിയായി. അങ്ങനെ ഞങ്ങൾ മൊത്തത്തിൽ കിടപ്പായി. അത് കഴിഞ്ഞപ്പോൾ അച്ഛന് പനിയായി. അങ്ങനെ ഞങ്ങളുടെ ഏകദേശം ഒരു 2-3 ആഴ്ചയോളം മൊത്തം പനി, ചുമ, ബോഡി പെയിൻ. എന്താണോ സാധാരണ ഒരു പനിയായിരുന്നു, ഇനിയിപ്പോൾ അതെന്താണോ കൊറോണ ആണെന്നൊന്നും അറിയില്ല. എന്തായാലും ടെസ്റ്റ് ചെയ്യാനൊന്നും പോയില്ല. എന്തായാലും നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോഴും ഫുഡൊക്കെ കഴിക്കാൻ തോന്നില്ല. നമുക്ക് വിശപ്പുണ്ട്, ടേസ്റ്റൊക്കെ ഉണ്ടെങ്കിലും ഫുഡ് കഴിക്കാനുള്ളൊരു താല്പര്യം ഇല്ലാതെ പോയി. അങ്ങനെ ഒരു ചെറിയൊരു ആയിരുന്നു കുറച്ച് ദിവസമായിട്ട്. എന്തായാലും അതൊക്കെ കുറച്ചൊന്ന് റിക്കവർ ആയിട്ടുണ്ട്. അതാണ് അപ്പോൾ പിന്നെ ഞാനെന്നാൽ പിന്നെ ഒരു വീഡിയോ എടുത്തേക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ തമിഴിൽ കണ്ടപ്പോൾ മനസ്സിലായി കാണും. ഈ ഒരു ഒറ്റ സാരി, ഈ ഒരു ബ്ലൂ ഇൻഡിഗോ സാരി, ഇതിപ്പോൾ എല്ലാവരും ഒരു കോമൺ ഫാഷനായിരുന്നു, ഒരു കാലത്ത് ഇറങ്ങിയ ഒരു സാരിയാണ്. പക്ഷെ ഇത് ഇപ്പോഴും ട്രെൻഡിങ് ആണ്. കാരണം ഇത് ഒരിക്കലും ഔട്ട് ഓഫ് ഫാഷൻ ആവത്തില്ല. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് സാരിയാണ്. അപ്പോൾ എന്നെ എല്ലാവരും കളിയാക്കുക ബെഡ്ഷീറ്റ് ആണോ എന്നൊക്കെ. അപ്പോൾ ഈ ഒരു സാരിക്ക് എത്ര സ്റ്റൈൽ ബ്ലൗസസ് വേണമെങ്കിലും നമുക്ക് ട്രൈ ചെയ്യാം. കാരണം ഇതിന് എന്ത് കളേഴ്സ് ഇട്ടാലും ഒരു വൃത്തികേടുമില്ല, നന്നായിട്ട് ഇരിക്കുകയും ചെയ്യും, നമുക്ക് നന്നായിട്ട് ക്യാരി ചെയ്യാം. അങ്ങനെ പല ഡിഫറെൻറ്റ് സ്റ്റൈലിൽ പല ബ്ലൗസസായിട്ട് നമുക്കൊന്ന് സ്റ്റൈൽ ചെയ്ത് നോക്കാം. അങ്ങനെ നമുക്കൊരു 5-6 സ്റ്റൈൽ ഇതിൻ്റെ കൂടെ ഒന്ന് മാച്ച് ചെയ്ത് നോക്കാം, നമുക്ക് എങ്ങനെയൊക്കെ ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഓരോരോ സ്റ്റൈൽസ് കാണാം, അത് കണ്ടിട്ട് തിരിച്ചു വരാം.
ഹലോ, അപ്പോൾ എങ്ങനെയുണ്ട് വീഡിയോ ഒക്കെ കണ്ടോ? അപ്പോൾ ഇത്രയും നമുക്ക് എത്ര വേണമെങ്കിലും ഈ സാരിക്ക് സ്റ്റൈൽ ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര സ്റ്റൈൽസ് വേണമെങ്കിലും ഇനിയും ഇതിൻ്റെ പല ടൈപ്പിലുള്ള ബ്ലൗസസൊക്കെ സ്റ്റിച്ച് ചെയ്യാം. ഫുൾ സ്ലീവ്സ് സ്റ്റിച്ച് ചെയ്യാം, പഫ് സ്ലീവ്സ് ഉള്ള വൈറ്റ് ഷർട്ട് പോലത്തെ ബ്ലൗസസ് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ അങ്ങനെ എത്ര സ്റ്റൈൽസ് വേണമെങ്കിലും ഈ ഒരു സാരി കൊണ്ട് പറ്റും. ശരിക്കും പറഞ്ഞാൽ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ സാരി ഇതുപോലെ ഈ ബ്ലൗസസ് എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്, ഷർട്ട് മാത്രം ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഇത് സ്റ്റൈൽ ചെയ്യാം. നിങ്ങൾക്ക് ഓർണമെൻറ്റ്സ് ഒക്കെ എത്ര വേണമെങ്കിലും ഏതൊക്കെ പാറ്റേണിൽ ഏതൊക്കെ കളേഴ്സിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഗ്രീനാണ്, പക്ഷേ ഇത് കണ്ടോ, ഇതിലിട്ടപ്പോൾ അത് ഭംഗിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെഡിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് പിങ്ക് ഇടാം, അല്ലെങ്കിൽ ഡാർക്ക് നേവി ബ്ലൂ ഇല്ലേ അതിടാം. ഈ സെയിം ഇൻഡിഗോൻ്റെ തന്നെ പീസസ് മേടിക്കാൻ കിട്ടും, ബ്ലൗസ് പീസായിട്ട് റണ്ണിങ് മെറ്റീരിയൽസ് കിട്ടും. അത് തന്നെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം. അതിന് വേറെ പാറ്റേൺ ആയാലും വൃത്തികളൊന്നും ഉണ്ടാവില്ല. ഈ ഷെയ്ഡ് തന്നെ വരണമെന്നേ ഉള്ളൂ, ഇൻഡിഗോ തന്നെ ആണെങ്കിൽ. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ റെഡിൻ്റെ സ്ഥാനത്ത് നല്ല ബ്രൈറ്റ് പിങ്ക് നിങ്ങൾക്ക് സാരിയായിട്ട് യൂസ് ചെയ്യാം, ബ്ലൗസായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോസായിട്ട് വീണ്ടും വരാം. ഇപ്പം ഇത്രയും നിങ്ങൾക്ക് പെട്ടെന്നൊരു വീഡിയോനെ കുറിച്ച് ആലോചിച്ചപ്പോൾ ഞാൻ കുറേ ഇങ്ങനെ ആലോചിച്ച് അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യത്തിനെക്കുറിച്ച് ചിന്തിച്ച് ഞാനും ഇങ്ങനെ ചെയ്യാറുണ്ട്, സ്റ്റൈൽ ചെയ്യാറുണ്ട്. അപ്പോൾ അത് നിങ്ങളെ കൂടി പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, അസുഖങ്ങളൊന്നും വരാതെ സൂക്ഷിക്കുക. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ദെൻ ബൈ.